മലയാളിയായ നജീബ് മരുഭൂമിയിൽ അനുഭവിച്ച പുസ്തകത്താളുകളിലേക്ക് ബെന്യാമീൻ പകർത്തിയ, ഇപ്പോൾ തിരശീലയിലേക്ക് ബ്ലസ്സി അഡാപ്റ്റ് ചെയ്ത ആടുജീവിതം മലയാള സിനിമയിൽ ആദ്യത്തെ മികച്ച 10 സിനിമകൾ എടുത്താൽ തീർച്ചയായും അവയിലൊന്നായി ആടുജീവിതം ഇനി ഉണ്ടാവുമെന്ന് മാത്രം ആദ്യം തന്നെ പറഞ്ഞു വെക്കട്ടെ. മലയാളികൾ മിക്കവരും വായിച്ച പുസ്തകമാണ് ആടുജീവിതം. അതിനെ തിരശീലയിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം എല്ലാവർക്കും അറിയുന്ന കഥ, അതിനെ ഏത് രീതിയിൽ എടുത്താലും വായിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിൽ കണ്ട നജീബിനെ, മരുഭൂമിയെ, അവന്റെ ഒട്ടകങ്ങളെയും ആടുകളെയും അതിനെ പകരം വെക്കുന്ന തരത്തിൽ, അതിനെ വെല്ലുന്ന തരത്തിൽ, വായനക്കാരനെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഒരു ദൃശ്യഭാഷ അണിയിച്ചൊരുക്കേണ്ടിയിരിക്കുന്നു ഈ സിനിമയെ വിജയത്തിലെത്തിക്കാൻ. തൻ്റെ ഇത്രകാലത്തെ പരിശ്രമം കൊണ്ട് ബ്ലസ്സി അത് വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയാം. സിനിമ, നോവൽ, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെ മാറ്റി നിർത്തി വേണം ഈ സിനിമയെ കാണാൻ. നോവലിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മാധ്യമമാണ് സിനിമ. വളരെ വ്യത്യസ്തമായ ഒരു ആവിഷ്കാരവുമാണ് ആടുജീവിതം എന്ന നോവലിനെ തിരശീലയിൽ ബ്ലസ്സി നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, നോവലിന്റെ നീണ്ടു പോകുന്ന ഏകാത്മകമായ ഭാഷണങ്ങൾ, നജീബ് തന്നോട് തന്നെ നടത്തുന്ന സംഭാഷണങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളായിട്ട് നജീബിനെ അവതരിപ്പിക്കാൻ ബ്ലസ്സി എടുത്ത തീരുമാനം അത് മികച്ചതായി. ആ സംസാരങ്ങളില്ലാതെ ദൃശ്യഭാഷയിൽ ഊന്നിക്കൊണ്ട് അയാളുടെ കഷ്ടപ്പാടുകളെ നമുക്ക് മുന്നിൽ വളരെ മൈന്യൂട്ടായ ഇമോഷൻസിലൂടെ, പ്രകൃതിയുടെ പലതരം, മരുഭൂമിയുടെ എല്ലാ തരം അനുഭവങ്ങളിലൂടെയും അയാളെ കടത്തിവിട്ടുകൊണ്ട് അത്തരത്തിൽ നമ്മളുടെ മുന്നിൽ തെളിയിച്ചു കാണിക്കാൻ ബ്ലസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ദൃശ്യഭാഷ മലയാള സിനിമയെ ഇനി വരുന്ന നാളുകളിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കാം. സിനിമ ആത്യന്തികമായി സംഭാഷണങ്ങളുടെ കല എന്നതിനേക്കാൾ ദൃശ്യത്തിന്റെ കലയാണ്. അത്തരത്തിൽ ദൃശ്യപരമായി ഈ സിനിമ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. പിന്നെ എടുത്തു പറയേണ്ടത് AR റഹ്മാൻ ഈ സിനിമക്ക് നൽകിയ മ്യൂസിക്കാണ്. രോമം എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലുള്ള സീനുകൾ, മരുഭൂമിയുടെ നീണ്ടു പോകുന്ന, ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത വിശാലത മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന യാത്രികരെ, അവരുടെ ഏകാന്തതയെ, അവരുടെ നിരാശയെ, ഇതിനെല്ലാം ഒപ്പിയെടുക്കാൻ കഴിയുന്ന, ഇതിനെല്ലാം കൂട്ടുപോകുന്ന AR റഹ്മാന്റെ ലോകോത്തര സംഗീതം, അത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ എഡിറ്റിങ്ങിൽ, കഥ പറയുന്നതിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുള്ള ചോയ്സുകൾ, പിന്നെ കേരളത്തിന്റെ പച്ചപ്പും മഴയും നിറഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് മരുഭൂമിയുടെ വരണ്ട കാലാവസ്ഥയിലേക്ക് മാറി മാറി സഞ്ചരിക്കുന്ന സിനിമ. ആ ഒരു മാറലിലാണ് പ്രേക്ഷകന് നജീബ് അനുഭവിക്കുന്ന ഏകാന്തതയും അയാൾ അനുഭവിക്കുന്ന ഊഷരതയും അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്ര മികച്ച രീതിയിലുള്ള എഡിറ്റിംഗ് ചോയ്സുകളാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, മരുഭൂമിയിലെല്ലാം നമ്മളെ ഈ സിനിമ കാണിക്കുന്നു. അവിടുത്തെ വരൾച്ച, അവിടെയുള്ള ഭ്രമാത്മകമായ കാഴ്ചകൾ, അവിടെ ആലിപ്പഴം വീഴുന്നു, അവിടെ മഴ പെയ്യുന്നു, അവിടെ കൊടുങ്കാറ്റുണ്ടാകുന്നു, അവിടെ പൊടിക്കാറ്റടിക്കുന്നു, അവിടുത്തെ ജീവിതവും മരണവും, ഇങ്ങനെ മരുഭൂമിയുടെ എല്ലാ ഭാവങ്ങളെയും ഇത്ര മനോഹരമായി പകർത്തിയ ഛായാഗ്രാഹകർ, അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച എല്ലാ അണിയറ പ്രവർത്തകരും വലിയ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഈ സിനിമയ്ക്ക് വേണ്ടി തൻ്റെ കരിയറിൻ്റെയും ശരീരത്തിൻ്റെയും വലിയ സമയവും ഊർജവും മാറ്റിവെച്ച പൃഥ്വിരാജ് സുകുമാരനാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ, മലയാള സിനിമയിൽ ആരെങ്കിലും
ഇത്തരത്തിലൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഒരു ക്രിസ്ത്യൻ ബെയിൽ ഹോളിവുഡിലൊക്കെ നടത്തുന്ന തരത്തിലുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പൃഥ്വിരാജിന് കഴിഞ്ഞു. അത് ഇനി ഒരിക്കലും അത്തരത്തിൽ, അയാൾ 40 വയസ്സ് കഴിഞ്ഞു, ഇനി ഒരിക്കലും ഒരു പക്ഷേ അത്തരം റിസ്ക് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്കറിയില്ല. ഏതായാലും തൻ്റെ കരിയറിൻ്റെ ഏറ്റവും വലിയ പീക്കുകളിലൊന്ന് അയാൾ കയറി കഴിഞ്ഞു. ഇനി ഉണ്ടാവാം ഒരു പക്ഷേ അയാളിൽ നിന്ന് ഇതിലും മികച്ച പെർഫോമൻസുകൾ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷേ ഇത് തീർച്ചയായിട്ടും അയാൾ തൻ്റെ പരിശ്രമം കൊണ്ട് കീഴടക്കിയ അയാളുടെ കരിയറിലെ ഒരു മൗണ്ട് എവറസ്റ്റ് ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. സിനിമ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുമെന്നും കരുതുന്നു. ബ്ലസ്സിയുടെ ഈ സിനിമയുടെ ഭാഷ വളരെ സൂക്ഷ്മമാണ്. സൂക്ഷ്മമായ ചില പൃഥ്വിരാജ് എന്ന നടനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കുന്ന ചില റിയാക്ഷനുകൾ, ഉദാഹരണത്തിന് രക്ഷപ്പെട്ടു പോകുന്ന പൃഥ്വിരാജ് വഴിയിൽ കാണുന്ന അയാളെ സഹായിക്കാൻ വരുന്ന അറബിയുടെ അടുത്ത് വളരെ പേടിയോടെയാണ് പെരുമാറുന്നത്. കാരണം അയാൾ അവിടെ കണ്ട അറബികളൊക്കെ അയാളോട് ക്രൂരമായി പെരുമാറിയ ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ പ്രതികരണങ്ങൾ, ഇങ്ങനെ സൂക്ഷ്മമായ ഒരു അനുഭവം, അഭിനയം കാഴ്ചവെക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിലുടനീളം അത് ആ ഒരു ദൃശ്യഭാഷയും പൃഥ്വിരാജിന്റെ ഒരു അഭിനയ ഭാഷയും അത് പുലർത്തുന്നുണ്ട്. അത് വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു. ഇതോടൊപ്പം ഓസ്കാർ പ്രതീക്ഷകൾ മലയാളത്തിൽ തീർച്ചയായിട്ടും സജീവമായി പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഓസ്കാർ പ്രതീക്ഷ. പിന്നെ ഇത്തരമൊരു സിനിമ ലാംഗ്വേജ്, ഇത്തരമൊരു കഥ, അങ്ങനെ ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും നമുക്ക് ഓസ്കാറിലേക്കുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അത് അങ്ങനെ ആവട്ടെ എന്ന് തന്നെ കരുതാം. ഇതോടൊപ്പം ഇസ്ലാമോഫോബിയ ആരോപിച്ചുകൊണ്ട് ഒരുപാട് സംസാരങ്ങൾ ഇതിനു ചുറ്റും നടക്കുന്നുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി ഇതൊരു സംഭവിച്ച കഥയാണ് എന്നുള്ളതും, സൗദി അറേബ്യ അതേപോലെ മിഡിൽ ഈസ്റ്റ് മുഴുവനുമായിട്ടും ഇത്തരത്തിൽ പിന്നെ തൊഴിൽ ചൂഷണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് എന്നുള്ളതും സത്യമാണ്. അതോടൊപ്പം തന്നെ 70കൾ മുതൽ മലയാളികൾ ഗൾഫിലേക്ക് കുടിയേറി ജീവിതം കരുപ്പിടിപ്പിച്ച, ജീവിതം മെച്ചപ്പെടുത്തിയ, കേരളത്തിന്റെ തന്നെ എക്കോണമിയെ വലിയ രീതിയിൽ മാറ്റിപ്പണിത ഒരു ഇടം കൂടിയാണത്. അവിടെ നിന്നുള്ള ഒരു കഥയാണിത്. മലയാളത്തിൽ ഒട്ടനവധി ഗൾഫ് കഥകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സമൃദ്ധിയുടെ പിന്നെ മ്യാവു പോലെയുള്ള, എന്നാലും എൻ്റെ അളിയ പോലെയുള്ള, അങ്ങനെ പ്രശസ്തവും അപ്രശസ്തവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. അതോടൊപ്പം അതിൻ്റെ മറ്റൊരു വശം കാണിക്കുന്ന ഈ സിനിമ, അതിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമോഫോബിയ കാണണം എന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഒരു മിഡിൽ ഈസ്റ്റിലല്ല, ലോകത്തെല്ലായിടത്തും എല്ലാ മതക്കാരിലും എല്ലാ രാജ്യക്കാരിലും നല്ല ആളുകളും മോശം ആളുകളും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ അനുഭവങ്ങളെ തിരശീലയിൽ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത്തരം അനുഭവങ്ങൾ പിന്നീട് ഉണ്ടാവാതിരിക്കാൻ വലിയ സഹായകരമായിരിക്കും. പിന്നെ അത്തരം കഥകൾ, അനീതിയുടെ കഥകൾ പറയുക എന്നത് ഒരിക്കലും ഇസ്ലാമോഫോബിയയുടെ ഒരു ഗണത്തിൽ വരുന്നതല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സിനിമ പൂർണ്ണമായിട്ടും കല്ലുകടികൾ ഇല്ലാത്ത ഒന്നല്ല. ഇപ്പൊ അമല പോളിന്റെ കഥാപാത്രത്തിന്റെ മേക്കപ്പ് ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയി തോന്നുന്നുണ്ട്. അത്തരം വളരെ മൈന്യൂട്ടായ ചില പ്രശ്നങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ അത് ഈ പിന്നെ സിനിമയുടെ ക്രൂ, അതേപോലെ തന്നെ പൃഥ്വിരാജ് സംവിധായകൻ, ഇവരെടുത്ത എഫേർട്ടിന് മുന്നിൽ, ഇവരൊരുക്കിയിരിക്കുന്ന ദൃശ്യ വിസ്മയത്തിന് മുന്നിൽ അത്തരം കല്ലുകടികൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. മലയാള സിനിമക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള, ഇനിയും വലിയ വലിയ ഉയരങ്ങൾ താണ്ടാനുള്ള, അതൊക്കെ സാധ്യമാണ് എന്ന് തെളിയിച്ച ഒരു സിനിമയായിട്ട് ഇതിനെ വരും കാലം അടയാളപ്പെടുത്തും എന്ന ഉറച്ച പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്. താങ്ക് യു.